ഞങ്ങൾ കല്യാണത്തിന് ആയിട്ടുള്ള റെഡിയാവൽ കഴിഞ്ഞു കേട്ടോ. എന്നെ സാരി ഉടുപ്പിച്ചത് അവിടെ ഒരു ചേച്ചീനെ അവൻ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഉടുപ്പിച്ചു. ഞങ്ങളപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയേക്കണത് ചക്കുളത്ത് അമ്പലത്തിൽ പോകാനായിട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഓർക്കുന്നത്, തിരുവല്ല അടുത്താണ് ചക്കുളംകാവെന്ന് അറിയാമെങ്കിലും ഇവിടെ വന്നപ്പോഴാട്ടോ ഓർക്കണം ഇത്ര അടുത്താണ്. 10 കിലോമീറ്റർ എന്തോ ദൂരം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ റൂമിൽ നിന്ന്. 10-20 മിനിറ്റ് കൊണ്ട് എത്തിയിട്ട് ഇത്ര അടുത്താന്ന് കേട്ടു. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അമ്പലത്തിലെത്തിയപ്പം. ഒന്നാമത് നമ്മൾ പ്ലാൻ ചെയ്യാതെ വന്നിട്ട്, ചക്കുളത്ത് അമ്പലത്തിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാതെ വന്നിട്ട് നമുക്ക് പോകാൻ പറ്റുക, അതും ചിങ്ങം 1-ാം തീയതി തന്നെ, അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ. പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര സ്പെഷ്യലായിട്ട് തോന്നുന്നറിയില്ല, ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്കെന്തോ ഭയങ്കര ഭാഗ്യമുള്ള പോലെയൊക്കെ തോന്നി. അങ്ങനെ അമ്പലത്തിൽ ചെന്ന് തൊഴുതു. നല്ല മഴയായിരുന്നു. മഴയത്ത് അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടിയൊക്കെ ആട്ടോ തൊഴുതത്. എന്നാലും നല്ല രീതിക്ക് തൊഴുതു. മറ്റമ്പലങ്ങൾ പോലെയൊന്നുമല്ല. നമുക്ക് നന്നായിട്ട് നിന്ന് ദേവിയുടെ മുന്നിൽ നിന്ന് 5 മിനിറ്റൊക്കെ നിന്ന് തൊഴാൻ പറ്റുമായിരുന്നു, തിരക്കുണ്ടായിരുന്നിട്ട് പോലും. അങ്ങനെ നന്നായിട്ട് തൊഴുതു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് ഓഡിറ്റോറിയത്തിൽ വന്നു. അപ്പം നമ്മൾ വന്നപ്പം ഒരു 11 മണിയോടുകൂടി നമ്മളെത്തി. 12-12:05 എന്തോ ആയിരുന്നു മുഹൂർത്തം. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നപ്പോഴേക്കും പെണ്ണിൻ്റെ എൻട്രി ആയി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എൻട്രി ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇപ്പോഴത്തെ കല്യാണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നല്ല എനിക്ക് കല്യാണത്തിൻ്റെ ആ മേളം കേൾക്കുമ്പോൾ പിന്നെയും കല്യാണം കഴിക്കാൻ തോന്നും. ഭയങ്കര രസമാണ്. അവരുടെ മേക്കപ്പും സാരി എല്ലാം കാണുമ്പോൾ എനിക്ക് ആ മേക്കപ്പ് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് എൻ്റെ കല്യാണത്തിൻ്റെ ആ സമയത്ത് 5 വർഷം ആയുള്ളെങ്കിലും ഇങ്ങനത്തെ സാരി ഒന്നും ട്രെൻഡിങ് അല്ലല്ലോ. അന്നേരം മെയിനായിട്ടും ചില്ലി റെഡാണ് സാരി മെയിൻ. അപ്പോൾ നമ്മളും അതൊക്കെ തന്നെ എടുക്കുകയുള്ളൂ. അതായിരിക്കും ഭംഗി എടുപ്പ് എന്നുള്ള രീതിക്കല്ലോ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഒരുങ്ങിയിട്ടൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പക്ഷേ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം കഴിച്ചായിരുന്നു ഒന്നും കൂടെ. പിന്നെ സദ്യ വന്നു. സദ്യയായിരുന്നു കേട്ടോ, നോൺ വെജ് ഒന്നും ഇല്ലായിരുന്നു, നോർമൽ സദ്യയായിരുന്നു. ഒരുപാട് കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോളിയും പായസവും ഒക്കെ ഉള്ള സദ്യയായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ബോളിയും പായസമൊക്കെ കൂട്ടിയിട്ട് സദ്യ കഴിക്കണം. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നുമില്ലല്ലോ. അത് ആ ഭാഗത്തൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളായിരുന്നു, സദ്യ സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ ഇത് ധനീഷാട്ടാ, ഞങ്ങളുടെ 3 പേരുടെയും കൂടെ കോമൺ ഫ്രണ്ടാണ് പ്രമോദ്, ഇപ്പോൾ കല്യാണം കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു മീറ്റപ്പ് ആയപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അടുത്തടുത്തൊക്കെ ആണെങ്കിലും കണ്ടുമുട്ടൽ കുറവാട്ടോ. ഇപ്പോൾ കണ്ടതാട്ടോ പെണ്ണും ചെറുക്കനും. അപ്പോൾ നമ്മൾ തിരിച്ച് ലേറ്റായി വീട്ടിലോട്ട് പോയപ്പം നമ്മൾ ഇപ്പോഴും കാട്ടിക്കട തന്നെയാണ് പോയത്. ഇപ്രാവശ്യം എനിക്ക് കുറച്ച് പേടി കൂടുതലായിരുന്നു, നല്ല മഴയുള്ളതുകൊണ്ടേ.